അവിടെ ഇരിക്കാം. ഹായ് പറയും. ഹായ് പറയടാ. ഹലോ ഹലോ. ഹായ് പറയും. അപ്പോൾ ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ നോമ്പുണ്ടാ? സഫോന് നോമ്പുണ്ടാ? നല്ല കുട്ടിയാണ്. നിസ്കരിക്കാൻ പോവാ. അത് നോമ്പുണ്ടാ? 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 ഇപ്പം എല്ലാ കുട്ടികളും നല്ല കളിയിലാണ് കേട്ടോ. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്നലെ വന്നതാണ്. ഇന്നലെ നോമ്പ് തുറ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉപ്പ ഗൾഫിൽ പോവാണ്. തിരിച്ച് ലീവ് കഴിഞ്ഞ് ഗൾഫിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നും കഴിഞ്ഞ് നാളെ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. ആര്യമ്പാടത്തേക്ക് ഞാൻ പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഓരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ പണി പുട്ടുണ്ടാക്കലാണ്. അപ്പോൾ ഓരോരുത്തർ വറവ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണ തിരക്കിലാണ്. അപ്പം ഞാൻ പുട്ടുണ്ടാക്കലാണ് കേട്ടോ ഞാൻ ഏറ്റെടുത്ത പണി. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പക്വടക്കുള്ള സംഭവങ്ങൾ അനിയത്ത് റെഡിയാക്കുന്നുണ്ട്. ഇത് ഉപ്പാക്ക് കൊണ്ടുപോകാനുള്ള പത്തിരിയാണ് കേട്ടോ. ഉപ്പ പത്തിരിയും ബീഫ് അങ്ങനെ റോസ്റ്റ് ഫ്രൈ ചെയ്ത പോലെ ആയിട്ട് അതും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ 12 മണിക്ക് പോകുമല്ലോ. അപ്പോൾ പിന്നെ നോമ്പറക്കണായിട്ട് മുന്നേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോമ്പറന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ പരത്തി കൊടുക്കുന്നുണ്ട്. ഇമ്മ ഇവിടെ നിന്നിട്ട് ചൂടുന്നുണ്ട്. പിന്നെ ഉപ്പാക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. മാങ്ങച്ചാറ്, മീനച്ചാറ്, പിന്നെ അത് ഗരം മസാല, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസാണ് ഇപ്പോൾ കൊണ്ടുപോകാറ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ എവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ മക്കളൊക്കെ ഭയങ്കര കളിയിലാണ്. മുറ്റത്ത് ക്ലാസ്സിൽ മണ്ണ് എടുത്തിട്ട് തലയിൽ കൂടെ ഇട്ടിട്ട് അവർ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ എന്താ കാട്ടിന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഒരു രക്ഷയും തരുന്നില്ല. ഈ 3 ഇവിടുത്തെ ഏറ്റവും ചെറിയ ഗ്യാങ് കേട്ടോ. അല്ലേ മണ്ണിൽ കളിക്കുക. ഹലോ ഗായ്സ് പറയും. ഹായ് ഹായ് പറഞ്ഞേ സോഫു പറഞ്ഞേ. അപ്പോൾ ചെറിയൊരു ഗ്യാങ് അവിടെ മണ്ണ് വാരി കളിക്കുന്നുണ്ട്. വലിയൊരു 4 ഗ്യാങ് ഇവിടെ സൈക്കിള് ചവിട്ടിയിട്ട് അവരുടെ കുറച്ച് കളികൾ കളിക്കുന്നുണ്ട്. വണ്ടികളൊക്കെ എടുത്തിട്ടുള്ള കളികളാണ് അവർ കളിക്കുന്നത്. അപ്പോൾ 2 ഗ്യാങ് ആയിട്ടാണ് ഇവിടെ കളികൾ നടക്കുന്നത്. അപ്പോൾ ചെറിയൊരു അവിടെ അപ്പുറത്ത് വലിയൊരിപ്പുറത്ത് അങ്ങനെ അവരുടെ കളികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പെടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന നല്ല ക്ഷീണം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മാമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നോട് പത്തിരി ഒന്ന് ചൂടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട് 1 മണിക്കൂറായി ഞാൻ ഇരുന്ന് കുത്താൻ തുടങ്ങിയിട്ട്. കാരണം അത്യാവശ്യം പുട്ടുണ്ടാക്കണം. പിന്നെ അതുമല്ല ചെറിയ കുറ്റിയായതുകൊണ്ട് ഭയങ്കര ടഫാണ്. കുറേ നേരം നിന്നിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊരു പണി മാത്രം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാവരും ഓരോരോരും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓരോ പണികൾ തീരുമല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ പത്തിരി ചുടലും അതേപോലെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം രാത്രി 12:30 ആകുമ്പോഴാണ് ഇപ്പോൾ പോണത്. അനിയനാണ് കേട്ടോ കൊണ്ടുപോയാക്കുന്നത്. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയനും 2 ആഴ്ചയല്ല 1 ആഴ്ച കൂടി കഴിഞ്ഞാൽ അനിയനും തിരിച്ച് ഗൾഫിലേക്ക് പോകും കേട്ടോ. അപ്പോൾ പക്കാവടൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് സെറ്റായപ്പോൾ അനിയത്തിയെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഉമ്മ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും അതിലേക്കുള്ള മീൻകറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ വെള്ളം കലക്കൽ
ഫ്രൂട്ട്സ് മുറിക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പറക്കായിരുന്നു എല്ലാവരും. നോമ്പറക്കാൻ ഫ്രൂട്ട്സും പിന്നെ പക്കാവടയും ഒക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മക്കളിലൊക്കെ ആയിട്ട് കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു. ഇവിടെ പിന്നെ പുറത്ത് പേടിക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പം എല്ലാവരും അത് പുറത്ത് 10 മണി വരെയും പുറത്ത് തന്നെ കേട്ടോ എല്ലാവരും ഉണ്ടാവുക. കാരണം ഫ്രണ്ടിൽ ടർഫാണ്, പിന്നെ പോരാത്തതിന് ഊഞ്ഞാലുണ്ട്. അപ്പോൾ പിന്നെ അതിലാടിയിട്ടും കളിച്ചിട്ടും ഒക്കെ ആയിട്ട് പുറത്ത് തന്നെ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതേപോലെ പുറത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കുട്ടികളുടെ കൂടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് മാങ്ങ വേണം പറഞ്ഞപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് അതൊന്ന് ജ്യൂസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തു. കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മൾ സ്ക്വാഷ് കളിക്കിയ പോലെ എല്ലാവർക്കും എത്തിക്കണമല്ലോ, അതേപോലെ അതുകൊണ്ട് എല്ലാവർക്കും അതൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചടങ്ങ് നമുക്ക് പെട്ടി കെട്ടലാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എന്താ ഇത് എന്നുള്ള രീതിയിലാണ് കേട്ടോ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുന്നത്. അവർക്ക് അധികം ഈ പെട്ടി പൊളിച്ചിട്ടുള്ള ശീലമല്ലോ, കെട്ടിയിട്ടുള്ള ശീലമല്ല. അപ്പോൾ പേരക്കുട്ടികളും ഉപ്പപ്പയും കൂടിയിട്ട് പെട്ടിയൊക്കെ കെട്ടി സെറ്റാക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ മേലെ പോയിട്ട് ബേക്കറി ഐറ്റംസ്, ഇപ്പോൾ പോകുമ്പോൾ അങ്ങനെയാണ്, ബേക്കറി ഐറ്റംസ് ഒക്കെ നന്നായി കൊണ്ടുപോകും. കാരണം റൂമിലുള്ളവർക്കൊക്കെ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ കേട്ടോ കൊണ്ടുപോകണത്. അപ്പോൾ റൂമിലുള്ള എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ബേക്കറി ഐറ്റംസ്, പിന്നെ അത്യാവശ്യം വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുക്കിങ്ങിന് വേണ്ടി അങ്ങനെ പൊടികൾ, മസാലപ്പൊടികൾ, കാര്യങ്ങൾ അതൊക്കെയാണ് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഈ ഒരു സൂട്ട്കേസ് അത്ര തന്നെ ഉണ്ടല്ലോ കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മിഠായി എടുത്ത് കൊടുത്തു. ഇനി എല്ലാവരും പോയി അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ചോറ് കഴിച്ചു. ചോറിന് പയറുപ്പേരിയും പിന്നെ അതേപോലെ മീൻ, അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് എല്ലാവരും ഇരുന്നിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളാരും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടോ. അപ്പോൾ ഇവരൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ പേരക്കുട്ടികൾക്ക് സന്തോഷത്തിന് ഇങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ വീണ്ടും 2 മാസത്തെ ലീവിന് ശേഷം പ്രവാസത്തിലോട്ട് പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.